ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടിട്ടൊരു വീഡിയോ, ആ വീഡിയോ ഞാൻ 8 മണിക്ക് എണീച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. ഓക്കെ, 8 മണിക്ക് എണീച്ചിട്ട് ഞാൻ ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. കാരണം കട്ടിൽ നിന്ന് എണീക്കാനുള്ളൊരു ഇത് വരുന്നില്ല, പിന്നെ ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി വന്നിട്ട് ഞാൻ പിന്നെ കിടക്കും ഗൈസ്. പിന്നെ എണീക്കുന്നത് 1:20 ഗൈസ്. അതായത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഈ വീഡിയോ ഗൈസ്. ഓക്കെ, അപ്പോൾ ചായ കുടിക്കാനൊക്കെ മറന്നുപോയി. ചായക്ക് എന്തായാലും തീർന്നിട്ടുണ്ട്. അതെന്തായാലും 1 മണിയാകുമ്പോഴത്തേനും എന്തായാലും തീരുമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് കുടിക്കാം. ഇതാണ് കേട്ടോ നമ്മളുടെ റൂം. ഞാൻ നേരത്തെ കിടന്നത് നമ്മുടെ അബ്ദുവിൻ്റെ റൂമിലാണ്. കാരണം എൻ്റെ റൂംമേറ്റ് അവൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയതാണ്. പിന്നെ അവിടുത്തെ ഒരാളും പുറത്തേക്ക് വേണ്ടി പോയതാണ്. അവൻ്റെ റൂംമേറ്റ് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒറ്റ കളിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി കിടന്നതാണ്. വെറുതെ ബോറടിച്ച് അവിടെ, അല്ലെങ്കിൽ ഇവിടെ ബോറടിയാണ്. അപ്പോൾ വെറുതെ ബോറടിച്ച് അവിടെ അവിടെ പോയി കിടന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ എണീച്ചിട്ട് വന്നപ്പോൾ നമ്മുടെ റൂമിലേക്ക് തന്നെ വന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടില്ലേ? ആദ്യം ഇത് മൊത്തം എന്താണ് പഴയ വേറെ ഇതുപോലെ ആയിരുന്നു. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടതൊക്കെ മനസ്സിലാവും. മൊത്തം നമ്മളെ റൂം മൊത്തം മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? ഷൂറാക്കുണ്ട്, കട്ടിൽ, ഇതൊക്കെ പിന്നെ ആദ്യമുള്ളതല്ലേ. പിന്നെ അത് അവൻ്റെ ബെഡ് കേസ്. ഇത് അവനില്ലാത്തതുകൊണ്ട് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് കേസ്. ഓക്കെ, നമ്മളെ ഹാള്. നമുക്ക് കോളേജിൻ്റെ വിശേഷത്തിലേക്ക് വരാം. കോളേജിൻ്റെ വിശേഷം പറയണമെന്നുണ്ടെങ്കിൽ കോളേജിനെ പറ്റിയൊന്നും പറയാനില്ല കേസ്. ഓക്കെ, ഞാൻ എൻ്റെ ഈ വീഡിയോ ഇതുവരെയായിട്ട് കോളേജിനെ പറ്റി കാണിച്ചിട്ടില്ല. കോളേജ് കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്തായാലും ഒരു ദിവസം എന്തായാലും കാണിക്കും കേസ്. ഓക്കെ, അത് നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. എൻ്റെ പഠിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അടിപൊളിയാണ്, കുഴപ്പമില്ല, ഒരു ആവറേജ് ഒക്കെ. അസൈൻമെൻറ്റ്സ് ആണ് കേസ് മെയിൻ. അസൈൻമെൻറ്റ്സ് തരും, അത് ചെയ്താൽ പിന്നെ IAQs അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലൈഫിലൂടെ ഇപ്പോൾ നടന്നു പോകുന്നത് കേസ്. ഓക്കെ, ഇപ്പോൾ ഒരു വലിയൊരു അസൈൻമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ അത് നാളെ തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടികളാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയണം. അബ്ദു പുറത്ത് കഴിയണം. അപ്പോൾ അബ്ദു ഞാനും കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അത് ചെയ്യല് കേസ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് അസൈൻമെൻറ്റ് കുറച്ച് പേജ് ഉണ്ട്. നമ്മളെ നോട്ടിൽ തന്നെയാണ് ചെയ്യുക, പക്ഷേ കുറച്ച് പേജ് ഉണ്ട്, അതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. സൈസ് എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. എന്താണെന്ന് അറിയില്ല, ഫുഡ് എന്തായാലും വലുതായിട്ടൊന്നും ഉണ്ടാവില്ല. എനിക്കറിയാം. ചെരുപ്പിടിക്കാൻ വേണ്ടിയിട്ട് അബ്ദുവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയതാണ്. ഫുഡ് അടിയിലാണ്. എന്തായാലും അടിയിലേക്ക് പോയിട്ട് നോക്കാം എന്താണ് ഫുഡ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളുടെ ഫുഡ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിയും നല്ല അടിപൊളി ചോറും ഗൈസ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണുന്ന റാത്തായത് ഗൈസ്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു ഗൈസ്. വീഡിയോ ഇടാനുള്ള മെയിനായിട്ട് വീഡിയോ ഉള്ള സമയം കിട്ടിയില്ല ഗൈസ്. പിന്നെ മടി തന്നെയാണ് മെയിൻ. പിന്നെ നമുക്ക് കോളേജ് വിട്ട് വരിക, പിന്നെ കുറച്ചൊന്നും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്ത് ടൈം ആകുമ്പോഴത്തേനും കുറച്ച് എഴുതാനുണ്ടാവും. ഞാൻ അസൈൻമെൻറ്റൊക്കെ കഴിഞ്ഞതാകുമ്പോഴത്തേനും രാത്രിയാവും. പിന്നെ വീഡിയോ എടുക്കാനുള്ള സമയമില്ല ഗൈസ്. ശരിയാണ്, വീഡിയോ ഇതിൻ്റെ ഇടയിലൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ എനിക്ക് മെയിനായിട്ട് സംഭവം ടൈമില്ല. പക്ഷേ എന്നാലും ഞാൻ ആഴ്ചയിൽ ഞാൻ വീഡിയോ ഇടുന്നതാണ് കേസ്. ഓക്കെ, എന്തൊക്കെ നമ്മൾ വീഡിയോ ഇടും കേസ്. എൻ്റെ ചാർജർ പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കേസ്. അത് എന്തായാലും പോയി. അതെന്തായാലും ആരോ എടുത്തതാണ് കേസ്. എടുക്കണവരൊക്കെ എടുക്കട്ടെ, എന്താ ചെയ്യാം. എന്തായാലും ആരോ എടുത്തതാണ്, അല്ലാണ്ട് കളഞ്ഞു പോയതൊന്നുമല്ല എന്തായാലും. ഇപ്പം ഞാൻ ചാർജ് ചെയ്യണത് തന്നെ ആൻഡ്രോയിഡിൻ്റെ ചാർജറിലാണ്. ഫോണിനൊക്കെ എന്താ പറ്റാമെന്നൊന്നും അറിയില്ല കേസ്. വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ iOS 18 അപ്ഡേഷന് ശേഷം എൻ്റെ ഫോണിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരുന്നത്. മാറ്റങ്ങൾ സംഭവിച്ചോ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. ചിലർക്ക് ഒരു പ്രശ്നം ഇല്ലാണ്ടിരുന്നിട്ടുണ്ട്, ചിലർക്ക് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഫോൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 15+ ആണ് ഗൈസ്. എന്നിട്ട് പോലും ഇതിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലരൊക്കെ iPhone XSലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ അള്ളാനോർത്ത് നിങ്ങൾ അതിലൊന്നും പോയിട്ട് അപ്ഡേറ്റ് ചെയ്യരുത് ഗൈസ്. പണി നല്ല പാലുവെള്ളത്തിൽ കിട്ടും, ഉള്ള അറിയാം. കാരണം ഞാൻ 15+ അപ്ഡേറ്റ് ചെയ്ത് ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമായപ്പോൾ ഫോൺ ഹാങ് ആവാൻ തുടങ്ങി. ഓരോരോ ഓപ്ഷനൊക്കെ തന്നെത്താനും നെങ്ങാൻ തുടങ്ങി. പിന്നെ കീപാഡ് ഉണ്ടല്ലോ, അതിൽ ഓരോരോ പെട്ടെന്നൊക്കെ ബട്ടണൊക്കെ തന്നെത്താനിങ്ങനെയാണ്. ഒരാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്. ഇതാണ് എൻ്റെ ഫോണിൽ വന്ന മാറ്റങ്ങൾ. പിന്നെ നല്ല കാര്യങ്ങളും വന്നിട്ടുണ്ട്, ദോഷമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
നല്ല കാര്യങ്ങൾ വെച്ചാൽ നല്ല നല്ല വാൾപേപ്പർ തന്നിട്ടുണ്ട്. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ആ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഗൈസ്. എന്നാൽ മാത്രം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ബൈ.